ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തന്നെ വീട്ടിൽ ഒരു നാടൻ റെസിപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ റെസിപ്പിയായ അച്ചപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അച്ചപ്പം സാധാരണ വലിയ മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് ഉള്ളിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി കുറച്ച് പച്ചരി ഞാൻ കുതിർക്കാൻ വെച്ച് അത് പൊടിച്ച് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന പച്ചരി പൊടിയാണിത്. പിന്നെ 2 തേങ്ങ പാലെടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മനസ്സിലായി? മുട്ടയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. 5-6 മുട്ടയൊക്കെ ചേർക്കാം. ഇപ്പം 4 മുട്ടയെ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. അത് നല്ലപോലെ മുട്ടയൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ഒന്നീ ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ മിക്സി ജാറിനകത്തോ. അപ്പോൾ ഞാൻ മിക്സി ജാറിനകത്തോട്ട് അടിച്ചെടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് അടിച്ച ശേഷം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഒരു ചെറിയൊരു ബൗൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 കിലോ പച്ചരി പൊടിയൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ബൗൾ പഞ്ചസാര അളവ് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അച്ചപ്പത്തിന് ഒത്തിരി മധുരമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടയും പഞ്ചസാര ഇട്ട് അടിച്ചിരിക്കുന്ന ആ മിശ്രിതത്തിനകത്ത് നമ്മുടെ ഈ അരിപ്പൊടി, ഇത് പച്ചരിപ്പൊടിമേ നമ്മുടെ വറക്കാത്ത പച്ചരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഇതിനകത്ത് ഇളക്കി കൊടുക്കാം. ആദ്യം മുട്ട പഞ്ചസാരയ്ക്കകത്തിട്ട് ഇളക്കിയാൽ മതി. തേങ്ങാപ്പാലൊന്നും ഇപ്പോൾ ചേർക്കണ്ട. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആ കൺസിസ്റ്റൻസി തന്നെ നമുക്കിങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇളക്കി വരുമ്പോൾ നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുമെന്ന് തോന്നുമ്പോൾ വേണം നമുക്ക് കണ്ടല്ലേ. ഇപ്പം നമുക്ക് ഇളക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ആണല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഇത് ഇളക്കി കൊടുത്ത ശേഷം കട്ടിയൊന്നും ഇല്ലാതെ കൈ കൊണ്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുത്ത ശേഷം കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ 1-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, 2-ാം പാലൊന്നും എടുത്തിട്ടില്ല. അത് തന്നെ മതിയായതിന്. കണ്ടില്ലയോ? ഈ കൺസിസ്റ്റൻസിയിൽ നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറുത്തെള്ളൂടെ കഴുകി വൃത്തിയാക്കി അതുകൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കത്തിച്ച് ഒരു കടായി അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ പലഹാരമല്ലേ, വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകണം. ചൂടായ ശേഷം വേണം നമ്മുടെ അച്ചപ്പത്തിൻ്റെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചൂടാകാതെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ചൂടായ ശേഷം ഈ അച്ചപ്പത്തിൻ്റെ അച്ചൂട് അതിനകത്ത് കിടന്ന് ചൂടാകണം. അപ്പോൾ അച്ചും എണ്ണയും നല്ലപോലെ ചൂടാകണം. അച്ച് നല്ലപോലെ ചൂടായ ശേഷം നമ്മുടെ മാവിനകത്തോട്ട് മുക്കിയെടുക്കണം. ഫുള്ളായിട്ട് മുക്കരുത്, അതിൻ്റെ ഒരു 1/4 ഭാഗമേ മുക്കാവൂ. അത് മുക്കുമ്പോൾ തന്നെ ക്ഷീന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ മനസ്സിലായി നല്ലപോലെ അച്ച് ചൂടായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിങ്ങനെ അച്ച് ചൂടായ ശേഷം എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് ഇളകിപ്പോരും. അങ്ങനെ നമ്മൾ വീണ്ടും ഇളകിയ ശേഷം വീണ്ടും അച്ച് തന്നെ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. വീണ്ടും അതുപോലെ പ്രോസസ്സ് തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇത് തന്നെ ചെയ്യുക. നല്ല നാടൻ റെസിപ്പിയാണ്. നല്ല കറുമുറാന്ന് ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. തേങ്ങാപ്പാലും മുട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ ടപ്പെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയും കൂടെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.